പെങ്ങളുടെ പൊക്കിള് നക്കിക്കൊണ്ടാണോ നടക്കുന്നത്? കൊള്ളാം, നല്ല രസമുണ്ട്, നിന്റെ നേവല് കാണിക്കൂ, നിന്റെ പൊക്കിളിൽ നക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇതുപോലുള്ള കുറെ വാണങ്ങളാണ് ഈ ആണെന്ന് പറയുന്ന, അതായത് ഈ മെന്നെന്ന് പറയുന്ന ലോകത്തിന് എന്നെ ശാപമായിക്കൊണ്ടിരിക്കുന്നത്. നിനക്കൊക്കെ ഉണ്ടല്ലോ കഴപ്പ് തീർക്കാനുള്ളതല്ല പെമ്പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അയാളെ വീഡിയോ ഇടുന്നപ്പോ അയാൾ പറഞ്ഞത് എന്നെ കൊല്ലല്ലേ എന്നാണ്. ഒന്നേ പറയാനുള്ളൂ, റോഡിൽ കൊണ്ടുവച്ച് അങ്ങോട്ട് ഒരയ്ക്കുക. സത്യം പറഞ്ഞാൽ അത്രയും ടെൻഷനിലാണ് സംസാരിക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എല്ലാവരും നാളെ എനിക്കെതിരെ തിരിയും. ഇങ്ങനെ കഴപ്പ് കൂടിയിരിക്കുന്ന കുറെ അലവലാതി പട്ടികളുണ്ട്. ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ ചേട്ടാ ഞാൻ പൊക്കിള് കാണിച്ചു തരാം, എന്നാ ഞാൻ പൊക്കിള് വെച്ച് തരാം നക്കാൻ, അല്ലെങ്കിൽ ബോധമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ തന്റെ പെങ്ങള് തന്റെ മുന്നിൽ വന്ന് നിൽക്കുവാണെങ്കിൽ താൻ ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചെയ്യുന്നത്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് അടുത്ത ഷിംജിത ആവാൻ താല്പര്യമില്ല എന്നല്ല. ഒട്ടുമിക്ക മെസ്സേജുകളും വരുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. ആൾക്കാർ കാണാൻ എന്നെ വേണം, താൻ എന്ത് ഉദ്ദേശത്തിലാണ്, എനിക്കെന്നായിരിക്കില്ല, താൻ എത്ര പെമ്പിള്ളേർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും? ഹലോ ഗൈസ്, ലിറ്ററലി ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ എനിക്കങ്ങോട്ട് തരിച്ച് നിൽക്കുവാണ്. എനിക്ക് പത്ത് പറയാണ്ട് ഒരു സമാധാനവും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. റീസെൻ്റ്ലി എന്നല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പോർച്ചുഗൽ പോയിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ പോയ സമയത്ത് കുറേ ഫോട്ടോസ് ലൈക്ക് ബിക്കിനിയും ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി മുന്നിലേക്ക് ആണെങ്കിലും കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷം, യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയയും തുടങ്ങിയിട്ട് ഒരു 5-6 വർഷം. ഈ സമയത്താണെങ്കിലും ഒരുപാട് വൾഗർ ആയിട്ടുള്ള കമന്റ്സ് വരാറുണ്ട്, കമന്റ്സും മെസ്സേജും ഒക്കെ വരാറുണ്ട്. അപ്പോൾ കൂടുതലും മെസ്സേജുകളെല്ലാം ഫേക്ക് അക്കൗണ്ട്, കൂടുതലെന്നല്ല ഒട്ടുമിക്ക മെസ്സേജുകളും വരുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൾഗറായിട്ടുള്ള മെസ്സേജ്. എനിക്ക് അവിടെ ചെയ്യാൻ തോന്നുന്നു, ഇവിടെ ചെയ്യാൻ തോന്നുന്നു, അത് കാണാൻ തോന്നുന്നു, ഇത് കാണാൻ തോന്നുന്നു, അതിന്റെ ഫോട്ടോ അയച്ചു, ഇതിന്റെ ഫോട്ടോ അയച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വൾഗർ മെസ്സേജ് ഉണ്ട്. അപ്പം മെനഞ്ഞാന്ന്, അതായത് 2 ദിവസം മുന്നിലെ ഞാൻ ഈ പോർച്ചുഗൽ പോയ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട സമയത്ത് നാട്ടിലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്, നിന്റെ നേവല് കാണിക്കൂ, നിന്റെ പൊക്കിളിൽ നക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നോക്കിയപ്പോൾ പബ്ലിക് അക്കൗണ്ടാണ്, കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഫോട്ടോ സഹിതം ഞാൻ എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇയാളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നാട്ടിലുള്ള പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റാണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കുളിമുറിയിൽ എത്തി നോക്കിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ച് കെട്ടിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ല പ്രശ്നം. സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചു, സ്റ്റോറി ഡിലീറ്റ് ചെയ്യണം, അറിയാതെ പറ്റിപ്പോയതാണ്, അയാളല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചാൽ ആരാണ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ ആ വോയിസ് കേട്ടിട്ട് വാ. ഹലോ 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 ആ പറഞ്ഞു. അയ്യോ 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 അയ്യോ, ആരാടോ തന്റെ പെങ്ങള്? ആരാടോ തന്റെ പെങ്ങള്? ആരാടോ തന്റെ പെങ്ങള്? താൻ തന്റെ പെങ്ങളുടെ പൊക്കിള് നക്കിക്കൊണ്ടാണോ നടക്കുന്നത്? ഇല്ലല്ല, തന്റെ ഒരു തേങ്ങയും കേൾക്കേണ്ട ആവശ്യമില്ല. ആരാണോ തന്റെ പെങ്ങള്? താൻ പെങ്ങളുടെ പൊക്കിള് നക്കിക്കൊണ്ടാണോ നടക്കുന്നേ? ആണോ? താനല്ല, പിന്നെ തന്റെ വേറെ ആരെങ്കിലും വന്ന് എഴുതിയതാണോ? ചുമ്മാ ഞങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചുമ്മാ ഇമാതിരി ഡയലോഗും സെന്റൻസ് ഒന്നും ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കരുത്. ഹാക്കായി പോയതായിരിക്കും അല്ലേ? വെറും 244 ആൾക്കാർ ഫോളോ ചെയ്യുന്ന തന്റെ അക്കൗണ്ട് ഹാക്കായി പോയതാണോ? ആണോ? ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും, കേട്ടോ? താൻ എന്ത് ഉദ്ദേശത്തിലാണോ താൻ എന്നെ പെങ്ങളെന്ന് വിളിച്ചേ? താൻ ദൈവത്തെയും അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും ഓർത്തിട്ടാണോ താൻ എനിക്ക് ആ മെസ്സേജ് അയച്ചേ? തനിക്ക് നക്കാൻ തോന്നുന്നുണ്ടോ പൊക്കിളില്? വാടോ ഇങ്ങോട്ട്, ഞാൻ പൊക്കി തരാം. താൻ ഇങ്ങോട്ട് വാ. താനല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും അത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. 10 ആൾക്കാർ കാണുക തന്നെ വേണം. നിന്നെ പോലുള്ളവന്മാരുടെ കഴപ്പ് റോഡിലിട്ട് ഉരച്ചാലൊന്നും കഴിയത്തില്ല. തന്നെ പോലുള്ളവന്മാരുടെ കഴപ്പ് റോഡിലിട്ട് ഉരച്ചാലൊന്നും കഴിയത്തില്ല. താൻ ഇത് 4 ആൾക്കാർ കാണുക തന്നെ വേണം. താൻ എന്ത് ഉദ്ദേശത്തിലാണ്? എനിക്കെന്നായിരിക്കില്ല, താൻ എത്ര പെമ്പിള്ളേർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും? അമ്മേനെ കൊണ്ട് സത്യയിട്ടാലോ അച്ഛനെ കൊണ്ട് സത്യയിട്ടാലോ ഇമാതിരി ഉണ്ടാക്കിയ സെന്റിമെന്റ്സ് ഒന്നും എന്റെ അടുത്ത് എടുക്കരുത്. കുറെ എണ്ണം ഉണ്ട് വാണം പൊക്കിക്കൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവർക്ക് താനല്ലെങ്കിൽ വേണ്ട, താൻ അനുഭവിച്ചോ. തന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ഓരോ ഒളിപ്പും ഇല്ലാതെ മുഖവും കാണിച്ച് ഫോട്ടോ ഇട്ടിട്ട് തനിക്ക് എത്ര ധൈര്യം ഉണ്ടോ? താൻ തന്റെ അമ്മേന്റെ പൊക്കിൾ നോക്കിക്കൊണ്ടാണോ നടക്കുന്നത്? ആണോ? നിന്റെ വീട്ടുകാരെന്ത് ചെയ്തു? തനിക്ക് അനിയത്തി ഉണ്ടോ? അനിയത്തി ഉണ്ടോ? തനിക്ക് അനിയത്തി ഉണ്ടോടോ?
ഉണ്ടോടോ? താൻ എന്തോ കോൺഗ്രസ് ആരനല്ലേ? താൻ ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തകരോടൊക്കെ ബിഹേവ് ചെയ്യുന്നേ? തനിക്ക് അത്ര പൊങ്ങി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കണം കേട്ടാ. താൻ ഇപ്പൊ എന്തായാലും ഫോൺ വച്ചേക്ക്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ചുമ്മാ കിടന്ന് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുത്. ആ തനിക്ക് പറയാനുള്ളത് പറ. അയ്യോ ഓക്കെ, മനസ്സിലായി. താനല്ല, വെള്ളപ്പുറത്ത് അറിയാതെ പറ്റി. സോ യു ആർ സേയിങ് നിങ്ങളെ വീഡിയോസ് ഞാൻ കാണലുണ്ട്. നമ്മളെ സുഹൃത്തുക്കളായിട്ട് ഇരിക്കലുണ്ട്. ഇരിക്കുമ്പോ ഞാൻ സുഹൃത്തുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇരിക്കുമ്പോൾ കാണലുണ്ട്. അപ്പൊ അതിന്റെ വിരുദ്ധ തന്നെ കണ്ടപ്പോ മെസ്സേജ് ചെയ്തതാണ് ഞാൻ. നിങ്ങൾ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും ഓക്കെ, നീ അവന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കി. ഇല്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഫോട്ടോയും നിന്റെ സ്റ്റാറ്റസും ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നീ അവന്റെ ഫോട്ടോ ഇങ്ങോട്ട് എടുത്ത് അയക്കി. ആ ഏവനാണ് ഇത്ര കഴപ്പെന്ന് ഞാനൊന്ന് അറിയട്ടെ. അടുത്ത അവന്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് ഇടാം. ഇവനാണ് സുഹൃത്തുക്കളായിട്ട് ഇരുന്നപ്പോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. നിനക്കൊക്കെ ഉണ്ടല്ലോ കഴപ്പ് തീർക്കാനുള്ളതല്ല പെമ്പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. നീ എന്നെ എന്തോ വിളിച്ചേ? പെങ്ങളെന്നാണോ വിളിച്ചത്? നീ നിന്റെ പെങ്ങളുടെ പൊക്കിള് നക്കിക്കൊണ്ട് നടക്കുവാണോടാ? ആണോ? നിന്റെ ഈ കൂടെ ഇരുന്ന സുഹൃത്തുക്കളായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോ അതിൽ ഒരുത്ത മെസ്സേജ് അയച്ചാണെന്ന് താൻ പറഞ്ഞല്ലോ. തന്റെ സുഹൃത്തിന് പെങ്ങളില്ലേ? അമ്മയില്ലേ? അമ്മേന്റെയോടും പെങ്ങളോടും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നേ? നിന്നെ പോലെയൊക്കെ ഉള്ള കുറെ ബാണങ്ങളുണ്ടല്ലോ. ഇതിന്റെ അടുത്തൊക്കെ എന്താണ് പറയേണ്ടത്? താനല്ലെങ്കിൽ താൻ ആ ഫ്രണ്ടിന്റെ നമ്പർ അയക്കി, അല്ലെങ്കിൽ ഫോട്ടോ അയക്കി. ഞാൻ അടുത്ത അവന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അയക്കി. ഞാൻ അത് വെച്ച് എന്റെ അടുത്ത സ്റ്റോറി ഇടാം. അപ്പൊ തന്റെ ഇത് ഡിലീറ്റ് ചെയ്യാം. താനല്ലെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു, തന്റെ ഡിലീറ്റ് ചെയ്യാം. പെട്ടെന്ന്. ഇല്ല, താൻ എപ്പോ അത് അയക്കുന്നോ അവന്റെ ഇട്ടതിന് ശേഷം മാത്രമേ തന്റെ ഇത് ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. നിനക്കൊക്കെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഇടുന്നത്. നിനക്കൊക്കെ ഓരോ ഫോട്ടോ കാണുമ്പോഴത്തേക്കും നിനക്ക് പൊക്കിളി നക്കാൻ തോന്നുന്നു, അത് ചെയ്യാൻ തോന്നുന്നു, ഇത് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നിനക്ക് സ്വന്തം കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പെങ്ങളെ അമ്മയെ നീ എന്തൊക്കെ ചെയ്യോടാ? വീട്ടുകാരോട് പറയേ, നിന്റെ ഫ്രണ്ടിനോട് നീയും വീട്ടുകാരോട് പറയേ, പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിക്കാൻ പറയ്. അല്ലെങ്കിൽ നാട്ടിലുള്ള പെമ്പിള്ളേർക്കോ ഇതുപോലുള്ള വീഡിയോ ഇടുന്ന പെമ്പിള്ളേർക്കോ വഴി നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. ദൈവം, ഇനി നീ എന്നെ വിളിച്ച ഈ രീതിയിലായിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വെക്ക്. തനിക്ക് ഞാൻ ഇട്ട സ്റ്റോറി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ആരാണ് ചെയ്തത്, ആരാണ് മെസ്സേജ് അയച്ചത്, അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഐഡി എനിക്ക് അയക്കി. അവൻ്റെത് വെച്ചിടാം. ശരി എന്നാ. കോറെ അലവലാതി പട്ടികൾ. സോ ഇതാണ് അവിടെ നടന്നത്. ഇപ്പോഴും ഞാൻ പറയുവാണ്, എന്തുകൊണ്ട് അയാളുടെ ഫോട്ടോ റിവീൽ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അയാളുടെ ഇൻസ്റ്റാ ഐ ഡി ഇതിൽ കാണിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് അടുത്ത ഷിംജിത ആവാൻ താല്പര്യമില്ല. ഞാൻ ഇതൊരു റീച്ചിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫോട്ടോ ഇട്ട്, ഞാൻ ഓൾറെഡി സ്റ്റോറി ഇട്ട് കുറച്ച് പേര് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ അയാൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, തന്റെ ഫ്രണ്ടാണ് ഇത് ചെയ്തെങ്കിൽ തന്റെ ഫ്രണ്ടിന്റെ നമ്പർ അയക്കി, അല്ലെങ്കിൽ ആരാണ് ചെയ്ത് അയാളുടെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്പർ അയക്കി, അയാളുടെ ഫോട്ടോ സഹിതം ഞാൻ എടുത്തിടാന്ന് പറഞ്ഞു. പക്ഷെ അത് തയ്യാറല്ല. ഞാൻ പറഞ്ഞു, ഇയാൾ ആ നമ്പർ തന്നില്ലെങ്കിൽ തന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്, ഞാൻ നാളെ അത് വീഡിയോ ആയിട്ടിടും. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നാളെ വീഡിയോ ഇടുന്നപ്പോൾ അയാൾ പറഞ്ഞത് എന്നെ കൊല്ലല്ലേ എന്നാണ്. ബിക്കോസ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും നമുക്കുണ്ടായ ഒരു അനുഭവം നമ്മളതൊരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന ചീത്തപ്പേരിന്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എല്ലാവരും നാളെ എനിക്കെതിരെ തിരിയും. വെള്ളപ്പുറത്ത് അറിയാതെ പറ്റിപ്പോയ ഒരാളെ ഞാൻ കൊന്നു, അല്ലെങ്കിൽ നിരപരാധിയെ കൊന്നു, അയാളെ കൊന്നു, ഇയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എനിക്കെതിരെ തരും. അതുകൊണ്ട് ഒരു ഷിംജിത ആവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അയാളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും സംസാരിക്കുന്നതും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് വോയിസിൽ ചോദിച്ച പോലെ തന്നെ, വെള്ളം അടിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ നിങ്ങൾ അവരെ മറന്ന് പ്രവർത്തിക്കുമോ? ഇങ്ങനെ കഴപ്പ് കൂടിയിരിക്കുന്ന കുറെ അലവലാതി പട്ടികളുണ്ട്. ഇവന്മാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ വന്ന് ഇത്തരം വൾഗറായിട്ടുള്ള മെസ്സേജുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അതിനെതിരെ പ്രതികരിച്ചിരിക്കും. കാരണം ഇപ്പം മുതലേ എന്തിനാണ് നമ്മളത് പ്രതികരിക്കാതിരിക്കുന്നത്? ഒന്നുകിൽ ഞാൻ കേസ് കൊടുക്കും. ഏത് ഫേക്ക് അക്കൗണ്ടിൽ തുടങ്ങിയാലും അത് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളും വഴികളും ഇപ്പോൾ ഉണ്ട്. ഞാൻ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് ഇത്രയും കഴപ്പ് കൂടി കിടക്കുവാണെങ്കിൽ നിങ്ങളൊരു കല്യാണം കഴിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ പോയി വല്ല റോഡിലിട്ട് ഒരക്കി. എനിക്ക് സത്യം പറയാം, അത്രയും സ്ട്രെസ്സിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഒരു തുട കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇട്ട, അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ഇട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട, ഒരു ഹാഫ് ഡ്രസ് ഇട്ട ഒരു ഫോട്ടോ ഇട്ട, ഒരു ബിക്കിനി ഇട്ട് ഫോട്ടോ ഇട്ട, ഒരു ഫോട്ടോ മാത്രം കണ്ടുകൊണ്ട് നിനക്കൊക്കെ എങ്ങനെയാണ് ഈ വാണം അടിച്ച് കളയാൻ പറ്റുന്നത്? അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്.
ഞാൻ ഇത്രയും വൾഗറായിട്ട് സംസാരിക്കുന്നതിൽ എനിക്ക് അത്രയും ദേഷ്യവും സങ്കടവും വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറയുന്നത്. അയാളെ വിളിച്ച് അയാളെ കോൾ എടുത്ത് സംസാരിക്കാൻ ഞാൻ കാണിച്ചത് എന്റെ മാന്യത. ആ മാന്യതയിൽ അയാൾ പറഞ്ഞത് ദൈവത്തെ ഓർത്ത് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം, കുറെ പേര് കണ്ടു, അയാൾക്ക് ബാഡ് ഇമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളല്ലത് ചെയ്തത്. കൂട്ടത്തോടെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഫ്രണ്ട് ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചതാണ്. ശരി, ഓക്കെ, അയാളുടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചു, ഇയാളെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചോ. ഇയാൾ ആ മെസ്സേജ് കണ്ടില്ലേ? അതിന്റെ തൊട്ട് താഴെ അയാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് നിന്റെ നമ്പർ തന്നാ അയാൾ വിളിച്ച് സെക്സ് ടോക്സ് ആണോ നടത്തുന്നത്? അല്ലെങ്കിൽ വിളിച്ചിട്ട് അയാളുടെ അടുത്ത് വരാൻ പറയോ? അല്ലെങ്കിൽ അയാൾ ഇങ്ങ് കയറി വരുമോ? ഇതുപോലെ എത്ര പെൺകുട്ടികള് ഇപ്പോഴും എനിക്കറിയാം, കുറെ പേര് എനിക്കറിയാം. ഞാൻ ഈ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു, വേറൊരാൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് എവിടെയാണ് ഇത്ര കഴപ്പ്? സെക്സും കാര്യങ്ങളും ലോകത്ത് തെറ്റായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷേ ഒരു പരിചയവും ഇല്ലാത്ത ഒരു ഫോട്ടോ കണ്ട് മാത്രം നിങ്ങൾ അയക്കുന്ന മെസ്സേജിനോ കമന്റിനോ അതിന്റെ എത്ര ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ഇനി ആരും പ്രതീക്ഷിക്കാത്തടത്തോളം ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം എനിക്കിനി എന്റെ ഇൻസ്റ്റഗ്രാമിലോ എന്റെ സോഷ്യൽ മീഡിയ വരുന്ന മെസ്സേജിനും കമന്റ്സിനും എതിരെ ഞാൻ ഇനി പ്രതികരിക്കും. ഇതുപോലുള്ള ഒരുപാട് കമന്റ്സും ഒരുപാട് മെസ്സേജുകളും എനിക്ക് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഫേക്ക് അക്കൗണ്ട് ആണ്, വിട്ടയക്കാൻ പോട്ടെ, ഏതോ കഴപ്പ് മൂത്ത് ചെയ്യുന്ന കഴിയാണെന്ന് വിചാരിച്ച് അങ്ങ് വിട്ടു. പക്ഷെ നിങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുവാണ്. തനിക്കൊക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഓക്കെ. അടിച്ചു വെള്ളം അകത്ത് പോയി ബോധമില്ലാത്ത അവസ്ഥയിലാണ് അയാൾ മെസ്സേജ്. ഈ ബോധമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ തന്റെ പെങ്ങൾ തന്റെ മുന്നിൽ വന്ന് നിൽക്കുവാണെങ്കിൽ താൻ ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാനിത് അയാളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഈ ലോകത്തുള്ള എല്ലാ വൃത്തികെട്ട ആമ്പിള്ളേരെ എല്ലാവരും അങ്ങനെയൊന്നല്ല, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാവുന്നുള്ള മാന്യതയോടെ സംസ്കാരത്തോടെ പെരുമാറുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇതുപോലുള്ള കുറെ വാണങ്ങളാണ് ഈ ആണെന്ന് പറയുന്ന, അതായത് ഈ മെൻ എന്ന് പറയുന്ന ലോകത്തിന് എന്നെ ശാപമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മെൻ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിക്ക് വുമൺ എംപവറിനെക്കാളും കൂടുതലായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇനി ഒരു ശിഞ്ചിതാവാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആളെ എക്സ്പോസ് ചെയ്യാത്തത്. എനിക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ കഴപ്പ് മൂത്ത് കിടക്കുന്ന നിന്നെ പോലുള്ള പല നാറികളടുത്താണ്. നിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ ചേട്ടാ ഞാൻ പൊക്കിള് കാണിച്ചു തരാം, എന്നാ ഞാൻ പൊക്കിള് വെച്ച് തരാം നക്കാൻ, അല്ലെങ്കിൽ എന്നെ വിളിക്ക് ചേട്ടാ, ഞാൻ സെക്സ് ടോക്ക് നടത്താൻ തയ്യാറാണ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോർമലായിട്ട് വിളിക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ വിളിച്ച് സംസാരിക്കുന്ന പെൺകുട്ടികളുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം. ആ ഒരു പ്രതീക്ഷയിലൂടെ എനിക്കിനി മെസ്സേജ് അയക്കരുത്. പല പെൺകുട്ടികളും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് പ്രതികരിക്കാതിരിക്കുന്നത്? ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ അത് എക്സ്പോസ് ചെയ്യണം. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്? 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, പർദ്ദ ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നു. ആ വീഡിയോ ഇട്ടതിന് താഴെ വന്നേക്കുന്ന പല കമന്റ്സും ആ കൊച്ചിന് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. നീ എന്താ അവിടെ നിന്ന് മാറിപ്പോവാത്തത്? നീ എന്താണ് അത് കണ്ടുകൊണ്ട് നിന്നത്? വാട്ട് യു മീൻ ഗൈസ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, അതിന് ബിക്കിനി ആയിക്കോട്ടെ, അണ്ടർവെയർ ആയിക്കോട്ടെ, നോർമൽ പർദ്ദ ആയിക്കോട്ടെ, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരം പുറത്ത് കാണിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ, ജസ്റ്റ് ഒരു ഫോട്ടോ, ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും എക്സ്പോസ്ഡ് ആയിട്ട് ആ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നത്? ദയവ് ചെയ്ത് ഞാനൊരു വാർണിങ്ങോ കാര്യങ്ങളോ തരുന്നതല്ല, പക്ഷേ എനിക്ക് ഇനി ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ അയക്കുന്ന പല മെസ്സേജും പല കമന്റ്സും ഫേക്ക് അക്കൗണ്ടിനാവുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇനി എനിക്ക് അയക്കുന്ന ഓരോ വൃത്തികെട്ട കമന്റ്സിനെതിരെയും ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, പുറത്ത് കൊണ്ടുവരുക തന്നെ ചെയ്യും. ഏവനാണ് ഇത്ര കഴപ്പ് മൂത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതുപോലെ കഴപ്പ് മുട്ടിക്കിടക്കുന്ന കുറേമാരുണ്ടല്ലോ. നിന്നെയൊക്കെ സുഖിപ്പിക്കാനോ നിനക്കൊക്കെ അടിച്ചു കളയാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒരു ഫോട്ടോ ഇടുന്നതും ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നതും. ജസ്റ്റ് ഒരു വിഷ്വൽ മാത്രം നിങ്ങൾ ഇത് ഒരു ഫോട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെൺകുട്ടികളോട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്ന നിന്നെ പോലുള്ള നാറികളടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്വന്തം അമ്മയേത് പെങ്ങളേതെന്ന് തിരിച്ചറിയാമെങ്കിൽ നീയൊന്നും ഇമാതിരി വൃത്തികെട്ട ഉണ്ടാക്കുന്ന പരിപാടിക്ക് പോവത്തില്ല. സോ ഇത് ഇവന് മാത്രമുള്ളതല്ല, ഇതുപോലെ കഴച്ചിരിക്കുന്ന കുറേമാരുണ്ട്. ഒന്നേ പറയാനുള്ളൂ, റോഡിൽ കൊണ്ടുവച്ച് അങ്ങോട്ട് ഒരയ്ക്കുക. സത്യം പറഞ്ഞാൽ അത്രയും ടെൻഷനിലാണ് സംസാരിക്കുന്നത്. സോ ഗേൾസ്, നിങ്ങളടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അവർ കമന്റ് ചെയ്യും, ഇവർ കമന്റ് ചെയ്യും, അവർ കണ്ട എന്ത് വിചാരിക്കും, ഇവർ കണ്ട എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടണം തോന്നി നിങ്ങൾ ആ ഡ്രസ്സ് തന്നെ ഇട്ട് ഫോട്ടോ എടുക്കണം. അതിനിവിടെ ആർക്കാണ് ഇത്ര പ്രശ്നം? സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ നല്ല സ്ട്രെസ്സിലായിരുന്നു. എനിക്ക് രാവിലെ മുതൽ എനിക്ക് ഇങ്ങനെ ഈ കോൾസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് അത്ര തീരുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഇപ്പൊ എനിക്ക് ഡെയിലി എത്ര പേർക്കാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിയിക്കാം. അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴപ്പ് കൂടി കിടക്കുവാണെങ്കിൽ വീട്ടുകാർ പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കല്യാണം കഴിച്ച ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഇതുപോലെ കഴച്ചു കിടക്കുന്നവന്മാർക്ക് ഒരു പെണ്ണിനെ അർഹിക്കുന്നില്ല. രണ്ടാമത്, ഇയാളെ സ്റ്റോറി ഇട്ടതിനെ തുടർന്ന് ഇയാളുടെ നാട്ടിൽ നിന്ന് ഒരാളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, 2-3 പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിൽ ഇപ്പം നിൽക്കുന്ന ആളാണ്. അപ്പം എന്തുകൊണ്ട് ഡിവോഴ്സ് ആയെന്നൊന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇയാളെ കഴപ്പ് മൂത്തിട്ട് തന്നെയായിരിക്കും ഡിവോഴ്സ് ആയത്. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ നാളെ ഏതെങ്കിലും പെൺകുട്ടി റേപ്പായെന്നോ അല്ലെങ്കിൽ വേറെ പെൺകുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് ഇനി അടുത്ത ഇയാൾ കാരണം എന്ത് പ്രശ്നമാണ് ഈ ലോകത്ത് വരാൻ പോണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ ഇതുപോലുള്ള നാറികൾ ഒന്ന് കരുതിയിരുന്നോ? എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അത്രയും സങ്കടവും ദേഷ്യവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇതുപോലെ കഴച്ച് കിടക്കുന്ന കുറേമാർക്ക് വാർണിംഗ് കൂടെ ആയിരിക്കണം.